LGBT മൂവ്മെൻറ്റിന് ഹെയ്റ്റ് വരാൻ കാരണം അവരുടെ കമ്മ്യൂണിറ്റി തന്നെ ഒപ്പിച്ചൊരു പണിയാണ്. അതായത് എൻ്റെ നാട്ടിൻപുറത്ത് ഞാൻ കണ്ടൊരു കാര്യമാണ്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ് സമൂഹത്തിൽ ആൾക്കാർ ചെറുതായിട്ടൊക്കെ, അല്ലെങ്കിൽ കാര്യമായിട്ടൊന്നുമില്ല, ചെറുതായിട്ടൊക്കെ അവരുടെ ആ ഒരു മൂവ്മെൻറ്റിനെ അക്സെപ്റ്റ് ചെയ്ത് പതിയെ പതിയെ, അതായത് അവർ മനുഷ്യരാണ്, അവർക്കും ജീവിക്കണം എന്നുള്ളൊരു കൺസെപ്റ്റിലേക്ക് ആൾക്കാർ വന്നു തുടങ്ങിയായിരുന്നു നാച്ചുറലായിട്ട്. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് ഇവരുടെ മൂവ്മെൻറ്റ് തന്നെ അത് ഫോഴ്സ്ഫുള്ളി പെട്ടെന്ന് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ നോക്കി. അതായത് നാച്ചുറലായിട്ട് ഒക്യൂർ ചെയ്യേണ്ട ഒരു അക്സെപ്റ്റൻസിനെ അവർ ഫോഴ്സ്ഫുള്ളി സ്പീഡപ്പ് ആക്കാൻ നോക്കി. അങ്ങനെ വന്നപ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും നിങ്ങൾക്കറിയാം, നാച്ചുറലായിട്ട് ഒക്യൂർ ചെയ്യേണ്ട ഒരു കാര്യം ഫോഴ്സ്ഫുള്ളി ഒക്യൂർ ചെയ്യുമ്പോഴത്തേക്കും ആൾക്കാരുടെ ഇടയിൽ ഹെയ്റ്റ് കൂടും. സോ LGBTQ ഹേറ്റേഴ്സ് വന്നു, ഹോസ്റ്റലായിട്ടുള്ള ഹേറ്റേഴ്സ് വന്നു. അസലായി ഞാൻ പറയട്ടെ, ഒരാളുടെ ഇഷ്ടമാണ് എങ്ങനെ വേണമെങ്കിലും ജീവിക്കുക എന്നുള്ളത്. അതായത് ഒരാൾക്ക് ആണായിട്ടോ പെണ്ണായിട്ടോ അവർക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കാം. എൻ്റെ മെക്കിട്ട് കയറാൻ വരരുത്, അല്ലെങ്കിൽ എൻ്റെ ഫാമിലി ഹർട്ട് ചെയ്യരുത്, അല്ലെങ്കിൽ എൻ്റെ ലൈഫിന് മോശമാക്കരുത്. അതുപോലെ കൊച്ചു കുട്ടികളെ ഈ ഒരു മൂവ്മെൻറ്റിലേക്ക് ഫോഴ്സ്ഫുള്ളി പുഷ് ചെയ്യാത്ത പക്ഷം എല്ലാം സ്മൂത്തായിട്ട് പോകും. എന്നിട്ടും ആ കമ്മ്യൂണിറ്റിയുടെ ചില ആൾക്കാർ അത് ഫോഴ്സ്ഫുള്ളി പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് മാറ്റം വരണമെന്നും പറഞ്ഞ് ഭയങ്കരമായിട്ട് LGBTQ മൂവ്മെൻറ്റ് ഇവിടെ പുഷ് ചെയ്യാൻ നോക്കിക്കൊണ്ടാണ് ഈ ഹേറ്റേഴ്സ് കൂടിയത്. അല്ലെങ്കിൽ നാച്ചുറലായിട്ട് സ്ലോലി ഗ്രാജുവലി ഇത് പതിയെ ആൾക്കാർ അക്സെപ്റ്റ് ചെയ്ത് വരേണ്ട ഒരു കാര്യമായിരുന്നു. ഞാൻ പേഴ്സണലി കണ്ടിട്ടുണ്ട് എൻ്റെ നാട്ടിൽ ആൾക്കാർ, ഹേറ്റേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ പതിയെ അക്സെപ്റ്റ് ചെയ്ത് വരുന്നത്. അക്സെപ്റ്റ് ചെയ്ത് വെച്ചാൽ അവർ മനുഷ്യരാണ്, അവർ ജീവിക്കട്ടെ എന്നും പറഞ്ഞാൽ അക്സെപ്റ്റ് ചെയ്ത് വരുന്ന ഒരു നാച്ചുറലായിട്ട് ഒക്കെയുള്ള പ്രൊസസ്സിനെ സ്പീഡപ്പ് ചെയ്തപ്പോൾ സംഭവിച്ച കാര്യമാണ് ഈ LGBTQ ഹേറ്റ് എന്ന് പറയുന്നത്.